സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ, ഇന്ന് പ്രധാനമായിട്ടും 3 ജില്ലകളിലാണ്, അത് വടക്കൻ കേരളത്തിലാണ് മഴ മുന്നറിയിപ്പുകളുള്ളത്. എങ്ങനെയാണ് ഇനിയും വരും ദിവസങ്ങളിൽ മഴ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്? വരും ദിവസങ്ങളിൽ അലർട്ടുകളൊക്കെ നൽകിയിട്ടുണ്ടോ? മേഘ, കഴിഞ്ഞ കുറച്ച് ദിവസമായി നമുക്കറിയാം സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ആ മഴയുടെ ശക്തി കുറയുന്നു എന്ന് വേണം അലർട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ഇന്ന് 3 ജില്ലകളിൽ മാത്രമാണ് ഈ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരുന്ന 5 ദിവസങ്ങളിൽ ഇന്നും നാളെയും മാത്രമാണ് അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റു ദിവസങ്ങളിൽ അലർട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഒരുപക്ഷെ അലർട്ടുകൾ മാറി വന്നേക്കാം. എന്നാൽ പോലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് മഴ കുറയുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്, ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതിനിടെ ഇപ്പോൾ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെ കരമനയാറിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടാൽ ആ രീതിയിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ 3 ജില്ലകളിൽ മാത്രമാണ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ 4 ജില്ലകളിലും അലർട്ട് നൽകിയിട്ടുണ്ട്. ശരി, ഐശ്വര്യാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അലേർട്ടുകളൊക്കെ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സജീവൻ വടക്കുംപാട് കൂടെ, കണ്ണൂരിലെയും കാസർഗോഡിലെയും വിവരങ്ങളുമായി സജീവൻ കൂടെ ചേരുന്നുണ്ട്. സജീവൻ, എങ്ങനെയാണ് ഇന്ന് ജില്ലയിൽ പ്രധാനമായിട്ടും 2 ജില്ലകളിലും യെല്ലോ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്? വടക്കോട്ട് എങ്ങനെയാണ് മഴ? ശക്തമാണോ? കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് കാലത്ത് മുതൽ സാമാന്യ ശക്തമായ മഴ തന്നെ ലഭിച്ചു. ഗ്രാമ വ്യത്യാസമില്ലാതെ നല്ല മഴ തന്നെയാണ് ലഭിച്ചത്. അതുപോലെ തന്നെ അവിടെ ദേശീയപാതാ പ്രവൃത്തി നടക്കുന്നതിന്റെ മേഖലകളിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഇവിടെ ഗതാഗത സ്തംഭനമുണ്ടായി. പയ്യന്നൂർ, അതുപോലെ തന്നെ മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മേഖലകളാണ് ഇത്തരത്തിൽ റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടായി ഗതാഗത സ്തംഭനമുണ്ടായത്. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകളാണ് ഇന്ന് കാലത്ത് മുതൽ മഴ ലഭിച്ചത്. ഇന്ന് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നദിക്കരകൾ, അണക്കെട്ടുകളുടെ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കാനുള്ള മുൻകരുതൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ തീരപ്രദേശങ്ങളിൽ, കാസർഗോഡ് ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. വേവിഞ്ച ഉൾപ്പെടെയുള്ള കടൽ മേഖലകളിൽ ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളം കയറാനുള്ള മേഖലകളിൽ നിന്ന് മാറി താമസിക്കാനും അതുപോലെ തന്നെ ക്യാമ്പുകൾ പോകേണ്ടവർക്ക് അവിടെ മാറി താമസിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ചിലർ ബന്ധുവീടുകളിലേക്ക് താമസം മാറിയതായും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും ഇന്ന് മഴ വൈകിട്ടോടെ കനക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. മത്സ്യബന്ധനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാറ്റിൽ കടപുഴകി ചില മേഖലകളിൽ, കാസർഗോഡ് ജില്ലയിലെ തീരദേശ മേഖലകളിൽ മരങ്ങൾ കടപുഴകി വീണതായും അതുപോലെ തന്നെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടതായും ഉള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇത്തരത്തിൽ ശക്തമായ മഴ വൈകുന്നേരത്തോടെ വരുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. കോഴിക്കോട് നിന്ന് ജോഷി ടി വി കൂടി ചേരുന്നുണ്ട്. ജോഷി, നിലവിൽ ജില്ലയിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ജില്ലയിൽ മഴയുണ്ടോ? ഉച്ചയ്ക്ക് ശേഷമൊക്കെയുള്ള ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ്? മേഘ, കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്നതിന് സമാനമായ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇന്നും തുടരുന്നത്. മഴ അലർട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ശക്തമായ ഒരു മഴ, അല്ലെങ്കിൽ തുടർച്ചയായ ഒരു മഴ ജില്ലയിൽ എവിടെയുമില്ല. വളരെ ഒറ്റപ്പെട്ട രീതിയിൽ പലയിടത്തും, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ തന്നെയാണ് ഈ രീതിയിൽ ഒറ്റപ്പെട്ടുകൊണ്ടുള്ള കനത്തതും നേർത്തതുമായ മഴ. ഇന്ന് നഗരത്തിലെ കാലാവസ്ഥ പൊതുവെ തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ്. രാവിലെ മുതൽ
അതേ കാലാവസ്ഥ തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഏതാണ്ട് ഇതേ സ്ഥിതി തന്നെയായിരുന്നു. ഉച്ചയോടെ ആണ് മഴ പലയിടത്തും ശക്തമായതും മഴ ലഭിച്ചതും. ഉച്ചയോടെയൊക്കെ കാലാവസ്ഥ മാറി വെയിൽ മാഞ്ഞ് മേഘാവൃതമാകുകയും വൈകിട്ടോടെയും അല്ലെങ്കിൽ രാത്രിയോടെയും പുലർച്ചെയൊക്കെ ആയിട്ടാണ് മഴ പലയിടത്തും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ചിരുന്നത്. ഏതാണ്ട് അതേ കാലാവസ്ഥ തന്നെയാണ് ഇന്നും തുടരുന്നത്. ഇന്ന് താമരശ്ശേരി ഭാഗത്തും കുറ്റ്യാടി ഭാഗത്തും ചെറിയ തോതിലുള്ള മഴ രാവിലെ ഉണ്ടായിരുന്നു. അവിടെയും പിന്നീട് അല്പം ഇടവേളയൊക്കെ ലഭിച്ചു. ചെറിയ തോതിലുള്ള ചാറ്റൽ മഴ പലയിടങ്ങളിലും ഉണ്ടായി. ശക്തമായ മഴ, ഒരു 20 മിനിറ്റ് ഒക്കെ നീണ്ടു നിൽക്കുന്ന മഴ ചിലയിടങ്ങളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും മഴ ഈ രീതിയിൽ തുടരുന്നതിനാൽ ഇന്നും അതേ രീതിയിലുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുന്നറിയിപ്പും അതിന് അനുസരിച്ചുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. കാറ്റിനുള്ള മുന്നറിയിപ്പുണ്ട്. സമാനമായ രീതിയിൽ ഇടിമിന്നൽ സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരണം എന്ന രീതിയിൽ തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്വീകരിക്കേണ്ട നടപടികളൊക്കെ ക്രമീകരിച്ച് ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ ആ നിലയിലുമൊക്കെ പൂർത്തീകരിച്ചതാണ്. ഈ പൊതുവായ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. ഈ മലയോര മേഖലയിലൊക്കെ കാറ്റ് ഇടവിട്ടാണെങ്കിലും കാറ്റ് ചിലപ്പോഴൊക്കെ ശക്തമാവുന്നുണ്ട്. ചെറിയ തോതിലുള്ള മരങ്ങൾ കടപുഴകിയുള്ള അപകടങ്ങളൊക്കെ ആ ഭാഗത്തൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഈ തീരദേശ മേഖലയിലും ഈ കാറ്റിനുള്ള സാധ്യത, മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ് അതൊക്കെ അതേപടി നിലനിൽക്കുന്നു. പൊതുവിൽ ഒരു ഉച്ചയോടുകൂടി തന്നെ മഴ വീണ്ടും ഒരു ശക്തമായ രീതിയിൽ തന്നെ വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നഗരത്തിലൊക്കെ സമാന രീതിയിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട്, ഈ ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. നഗരത്തിലെ വെള്ളക്കെട്ടിന്റെ സ്വഭാവം അങ്ങനെയാണ്. ചെറിയൊരു മഴ പെയ്താൽ പോലും വലിയ തോതിലുള്ള ഒരു വെള്ളക്കെട്ടും അനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ മഴ അല്പസമയം പിൻവാങ്ങുന്നതോടെ ഇത് പൂർവ്വസ്ഥിതിയിലാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇന്നും ഏതാണ്ട് അതേ കാലാവസ്ഥ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മേഘ, ശരി, ഏതായാലും ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. മഴയ്ക്കുള്ളൊരു സാഹചര്യം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞ ശേഷം എത്തുന്ന മഴ, അതിനാൽ തന്നെയും ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഇതനുസരിച്ച് തന്നെ കൃത്യമായിട്ട് IMDയുടെ ഭാഗത്ത് നിന്ന് നൽകുന്നുണ്ട്. അപ്പം പൊതുജനങ്ങളടക്കം ഈ ഒരു നിർദ്ദേശം അത് കൃത്യമായിട്ട് തന്നെ പാലിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും തെറ്റായ വിവരങ്ങളടക്കം നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാവുന്ന കാര്യമാണ്. തെറ്റായ വിവരങ്ങളൊക്കെ നൽകുന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയ എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ്. പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെയും ശ്രദ്ധ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രധാനമായിട്ടും IMD അടക്കമുള്ള കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ആ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. ഇപ്പോൾ IMD ഡയറക്ടർ ശ്രീമതി നിത കെ ഗോപാൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി നിത, ഇന്ന് പ്രധാനമായിട്ടും 3 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. വടക്കോട്ടാണ് ഈ നിർദ്ദേശവും നൽകുന്നത്. എങ്ങനെയാണ് ഇപ്പം നിലവിലെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ മഴയുടെ ശക്തി കുറഞ്ഞു വരുന്നുണ്ടോ മാഡം? മഴയുടെ ശക്തി കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ചുരുക്കം ചില ജില്ലകളിൽ മാത്രം ഒന്നല്ലെങ്കിൽ 2 ദിവസത്തേക്ക് കൂടി നമുക്ക് യെല്ലോ അലേർട്ട് കൊടുത്ത് പിന്നെ ഒരു ഉച്ച ദിവസത്തേക്ക് മഴയുടെ അളവിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോ നമുക്ക് കേരളത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് മഴ കിട്ടുന്നുണ്ടെങ്കിലും മഴയുടെ ശക്തി വളരെ കുറവാണ്. അതിപ്പോ എല്ലാവർക്കും അനുഭവപ്പെടുന്നതും വളരെ ശക്തി കുറഞ്ഞ മഴയായിരിക്കുമല്ലോ. നമ്മുടെ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തിയിൽ ഗണ്യമായൊരു കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മഴയിലും ഇതുപോലെ ഒരു അളവിൽ കുറവ് വന്നിരിക്കുന്നത്. ഇനി ഒരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇതുപോലെ ശക്തി കുറഞ്ഞ മഴ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് നേരിയതോ മിതമായോ രീതിയിലുള്ള മഴ വന്ന് അങ്ങനെ പോവുകയുള്ളൂ. അല്ലാതെ നമുക്കൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നമുക്കിനി അടുത്ത ഒരു 5-6 ദിവസത്തേക്ക് ഉണ്ടാവില്ല. ഇനി ഒരു 19-ാം തീയതി 20-ാം തീയതിയോട് അടുപ്പിച്ച് നമുക്കൊരു കുറച്ചുകൂടി ഒന്ന് മഴയിലൊരു ഗണ്യമായൊരു കൂടുതൽ അളവിൽ കൂടുതലും അല്ലെങ്കിൽ അലേർട്ട് ഒക്കെ കൂടുതൽ വരുന്ന ഒരു കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ 19-20 തീയതികളിലായിരിക്കും. അതുവരേക്കും നമുക്ക് ഇടവിട്ടുള്ള ഇങ്ങനെയുള്ള മഴയായിരിക്കും. പിന്നെ ആ ഒരു മഴയുടെ പ്രത്യേകത വെച്ചാൽ മിക്കവാറും ഇടിമിന്നൽ ഉണ്ടാവാനും ശക്തിയായ കാറ്റും അതിനോടൊപ്പം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് ഈ മഴയൊന്ന് വിട്ടു നിൽക്കുന്നതിന്റെ ഒരു പ്രത്യേകതയാണ്. ആ സമയത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജാഗ്രത കുറവ് വരുത്തണം എന്നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് മഴ കൊണ്ടുള്ള ഒരു ഭീഷണി ഇപ്പൊ തൽക്കാലം നിലനിൽക്കുന്നില്ല എന്ന് പറയാം.
പ്രതീക്ഷിച്ചത്രയും മഴ തന്നെ ഉണ്ടായിരുന്നു ഈ കാലവർഷത്തിൽ. നമ്മൾ കരുതിയിരുന്ന ആ ഒരു രീതിയിലുള്ള ഒരു മഴ തന്നെയായിരുന്നു ലഭിച്ചത്. അതെ, ഇത് ഇന്ന് വരേക്കും നമുക്ക് കിട്ടിയിട്ടുള്ള ആകെ മഴ എന്ന് പറയുന്നത് ഒരു 20% കൂടുതലാണ് ഇപ്പോ. ജൂൺ 1 മുതൽ ഇന്ന് 13-ാം തീയതി വരെ ലഭിച്ച മഴ 23% കൂടുതലാണ് നമുക്കിന്ന്. അപ്പം ശരാശരിയിൽ കൂടുതൽ മഴ കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മഴ കിട്ടിയിട്ടുണ്ട്. മൺസൂൺ സമയത്ത് അല്ലെങ്കിൽ കാലവർഷ സമയത്ത് ഇനി ഇടതടവില്ലാതെയല്ല മഴ പെയ്യുന്നത്. ഒരു കുറച്ച് ദിവസങ്ങളിലേക്ക് നന്നായി മഴ പെയ്യും, പിന്നെ ഒരു മഴക്കുറവ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുന്നൊരു മഴക്കുറവാണ് ഇപ്പൊ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. പ്രതിഭാസം ഇത് തന്നെയാണോ ഈ ദുർബലമാകാനുള്ള ഒരു സാധ്യത? അതിന്റെ ഒരു പ്രഭാവം മൂലം തന്നെയാണോ? അത് അങ്ങനെയല്ല അതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മൺസൂൺ സമയത്തെ മുഴുവൻ മഴയുടെ അളവ് ശരാശരി കുറവായിരിക്കും എന്ന് പറയുന്നതിന് കാരണമായിട്ട് നമുക്ക് എൽ നിനോയെ പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ വരുന്ന ആഴ്ചയിൽ മഴ കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും കാലവർഷ കാലത്തിൽ ഉണ്ടാവുന്ന ഒരു കുറവാണ്. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് മഴ ഉണ്ടാവും, പിന്നെ കുറച്ച് ദിവസത്തേക്ക് മഴയുടെ അളവിലൊന്ന് കുറവ് വരും, പിന്നെ വീണ്ടും മഴ കൂടും. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഈ കാലവർഷത്തിനകത്ത് തന്നെ, ഈ സീസണിനകത്ത് തന്നെ. അതുപോലെ ഇൻട്രാ സീസണൽ വേരിയേഷൻ എന്നൊക്കെ ആണ് ടെക്നിക്കലി പറയുന്നത്. അപ്പോൾ സീസണിനകത്ത് തന്നെ ഇങ്ങനെയുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു മഴക്കുറവ് മാത്രമാണ്. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് വരുന്ന ദിവസങ്ങളിൽ മഴയുടെ അളവിൽ കുറവ് വരും എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് ഈ ന്യൂനമർദ്ദങ്ങൾ പോലെയുള്ള വെതർ സിസ്റ്റംസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മഴ കുറവായിട്ട് തന്നെയാണ് വരിക. ആ ഒരു ആകത്തുകയെ കുറവായിട്ട് വരുന്നതിനെയാണ് നമ്മൾ എൽ നിനോയുടെ എഫക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ആഴ്ചയിൽ വരുന്ന മഴക്കുറവ് എന്ന് പറഞ്ഞാൽ കാറ്റിന്റെ ശക്തി, മൺസൂണിന്റെ ശക്തി എല്ലാം കുറഞ്ഞു വരുന്നു, അതുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ എൽ നിനോ കൊണ്ട് ദിവസേന നമുക്ക് അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റില്ല. നമ്മൾ ആ സീസൺ മൊത്തമായിട്ടാണ് എൽ നിനോയുടെ ഇമ്പാക്റ്റ് നമ്മൾ കാണാൻ പറ്റുള്ളൂ. ദിവസേനയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് ഈ മൺസൂൺ കാറ്റിന്റെ ശക്തി കൂടുക അല്ലെങ്കിൽ കുറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂനമർദ്ദം ഉണ്ടാവുക, അല്ലെങ്കിൽ ന്യൂനമർദ്ദത്തിന്റെ അഭാവം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദിവസേനയുള്ള മഴയുടെ അളവിനെ നിയന്ത്രിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.